ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് മോഹൻ ബഗാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷീൽഡ് കിരീടത്തിന്റെ തൊട്ടരികിലെത്താൻ അവർക്ക് കഴിഞ്ഞു. അടുത്ത മത്സരത്തിൽ ഒഡീഷയെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിയും. ഇനിയിപ്പോൾ കപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മോഹൻ ബഗാന് തന്നെയാണ്. ഒരു താരസമ്പന്നമായ നിര തന്നെ മോഹൻ ബഗാന് ഇപ്പോൾ അവകാശപ്പെടാനുണ്ട്. മികച്ച ഇന്ത്യൻ താരങ്ങളുണ്ട്, മികച്ച വിദേശ താരങ്ങളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം ബാലൻസ്ഡ് ആയ ഒരു ടീമാണ് മോഹൻ ബഗാൻ. വളരെയധികം ബെഞ്ച് സ്ട്രെങ്ത് അവകാശപ്പെടാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതായത് താരങ്ങൾക്ക് പരിക്കേറ്റാൽ പോലും പകരം വരുന്ന താരങ്ങൾ അതിനോട് കിടപിടിക്കുന്ന താരങ്ങളാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ ഇപ്പോൾ മോഹൻ ബഗാൻ ഒരുക്കമല്ല. കൂടുതൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് മോഹൻ ബഗാൻ ലക്ഷ്യം വെക്കുന്നത്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ഖേൽനൌവിന്റെ ആശിഷ് നേഗിയാണ്. അതായത് 3 പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന് ലെഫ്റ്റ് ബാക്ക് പൊസിഷനാണ്. അവിടെ സുഭാഷിഷ് ബോസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനിലേക്ക് മികച്ച ബാക്കപ്പിനെ കൊണ്ടുവരാൻ ഇപ്പോൾ മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വരുന്ന സമ്മറിൽ ഒരു ലെഫ്റ്റ് ബാക്കിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തും. അതുപോലെ തന്നെ ഒരു സെന്റർ ബാക്കിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ്. അതായത് മികച്ച 2 വിദേശ സെന്റർ ബാക്കുമാർ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഇന്ത്യൻ സെന്റർ ബാക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും മോഹൻ ബഗാൻ നടത്തുക. അതോടൊപ്പം തന്നെ ഒരു വിദേശ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്ക് വേണ്ടി, ഒരു പ്ലേ മേക്കർക്ക് വേണ്ടി കൂടി മോഹൻ ബഗാൻ ശ്രമങ്ങൾ നടത്തും എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 3 പൊസിഷനുകളിലേക്ക് താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും വരുന്ന സമ്മറിൽ അവർ നടത്തുക. ചുരുക്കത്തിൽ ടീമിന്റെ കരുത്ത് അത് ഇനിയും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.